മല്ലിക സുകുമാരനും മക്കളും മലയാളികൾക്ക് സ്വന്തം വീട്ടിലെ അംഗങ്ങൾ പോലെയാണ്. സുകുമാരൻ്റെ ഭാര്യയും മക്കളും എന്ന രീതിയിലാണ് മല്ലികയെയും മക്കളായ പൃഥ്വിരാജിനെയും ഇന്ദ്രജിത്തിനെയും മലയാളികൾ സ്നേഹിച്ചു തുടങ്ങിയത്. ഇന്ന് അച്ഛനേക്കാളും അമ്മയേക്കാളും പ്രശസ്തിയുടെ കാര്യത്തിൽ ഒരുപാട് ഉയരത്തിലാണ് മക്കളായ ഇരുവരും. അടുത്തിടെയാണ് മല്ലിക തൻ്റെ സിനിമാ ജീവിതത്തിൻ്റെ 50 വർഷം പൂർത്തിയാക്കിയത്. അതിൻ്റെ ഭാഗമായി കൗമുദി ചാനൽ മല്ലിക വസന്തം @50 എന്ന പരിപാടി തിരുവനന്തപുരത്ത് ആഘോഷപൂർവ്വം സംഘടിപ്പിച്ചിരുന്നു. മക്കളായ ഇന്ദ്രജിത്തും പൃഥ്വിരാജും മരുമക്കളായ സുപ്രിയയും പൂർണിമയും മല്ലികയുടെ സിനിമാ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. മല്ലിക വസന്തം @50 നടത്തുന്നതിനെക്കുറിച്ച് ആലോചിച്ചു തുടങ്ങിയപ്പോൾ മുതൽ മക്കൾ ആ പരിപാടിയിൽ പങ്കെടുക്കാൻ വരില്ലേ എന്ന വേവലാതിയായിരുന്നു നടിക്ക്. ഇരുവരും തിരക്കുള്ള താരങ്ങളായതിനാൽ ഡേറ്റ് തീരുമാനിക്കുമ്പോൾ സ്ഥലത്തില്ലാതെ പോകുമോ എന്നതായിരുന്നു മല്ലികയുടെ ടെൻഷൻ. എല്ലാം മല്ലികയുടെ ആഗ്രഹം പോലെ തന്നെ നടന്നു. പരിപാടിയിൽ പങ്കെടുക്കാൻ മക്കൾ രണ്ടുപേരും കുടുംബത്തോടൊപ്പം വന്നു. ഇരുവരും അമ്മ മല്ലികയെക്കുറിച്ച് നടത്തിയ പ്രസംഗം സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. വാക്കുകൾ മുഴുവിപ്പിക്കാനാകാതെ തൊണ്ടയിടറിക്കൊണ്ടാണ് പൃഥ്വിരാജ് പ്രസംഗം അവസാനിപ്പിച്ചത്. പൃഥ്വിരാജിൻ്റെ വാക്കുകൾ കേട്ട് മല്ലികയുടെ കണ്ണുകൾ നിറഞ്ഞുവെന്ന് മാത്രമല്ല, ആ വീഡിയോ കാണുന്ന ആളുകളുടെ കണ്ണുകളും നിറഞ്ഞു എന്ന് തന്നെ പറയാം. 14-ാം തീയതി ഒരു ഷൂട്ടിംഗ് ആവശ്യത്തിനായി US പോകേണ്ടതുണ്ടായിരുന്നു. അതിനുള്ള കാര്യങ്ങളെല്ലാം നീക്കുമ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അപ്പോൾ 16-ാം തീയതിയിലെ പരിപാടിക്ക് നീ ഉണ്ടാവില്ല അല്ലേ എന്ന്. പക്ഷേ എന്താണ് സംഭവമെന്നറിയില്ല. ഇപ്പോഴും ആ യാത്രയുടെ വിസ കിട്ടിയിട്ടില്ല. നാളെ കിട്ടും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അമ്മയായതുകൊണ്ട് പറയാൻ പറ്റില്ല. ജോ ബൈഡനെ നേരിട്ട് വിളിച്ച് സാറേ അവൻ്റെ വിസ ഇപ്പോൾ കൊടുക്കരുതേ എന്ന് പറയും. മിക്കവാറും അങ്ങനെ എന്തോ പണി അമ്മ ഒപ്പിച്ചിട്ടുണ്ട്. എന്തു തന്നെയായാലും ഇന്ന് ഞാനും ചേട്ടനും ഇവിടെയുണ്ട്. സ്വന്തം തൊഴിൽ മേഖലയിൽ, അതും സിനിമ എന്നല്ല മറ്റേത് മേഖലയിലായാലും 50 വർഷക്കാലം സജീവമായി പ്രവർത്തിക്കുകയെന്ന് പറഞ്ഞാൽ ചുരുക്കം ചിലർക്ക് മാത്രം കിട്ടുന്ന അത്യപൂർവ സംഭവമാണ്. സിനിമയിൽ പ്രത്യേകിച്ചും. ഇന്ന് സിനിമയിൽ 2 ദശാബ്ദങ്ങൾ പിന്നിട്ട് നിൽക്കുന്ന എന്നെയും ചേട്ടനെയും പോലുള്ള പുതിയ ജനറേഷൻ ആളുകൾക്ക് തീർച്ചയായും മനസ്സിലാക്കാൻ സാധിക്കും 50 വർഷം എന്നാൽ എത്ര വലിയ അച്ചീവ്മെൻ്റ് ആണെന്ന്. അതിൽ ഏറ്റവും വലിയ അത്ഭുതമെന്ന് പറയാവുന്നത് ഇടയിൽ ഒരു 1/4 നൂറ്റാണ്ട് അമ്മ സിനിമയിൽ നിന്നും പൂർണ്ണമായും വിട്ടുനിന്നിരുന്നു. വീട്ടമ്മ എന്ന നിലയിൽ കുടുംബവും കുട്ടികളുമൊക്കെയായി മാറി നിന്ന കാലം. എന്നിട്ടും തിരിച്ചു വന്ന ഒരു ഗംഭീര റീസ്റ്റാർട്ട് അമ്മയ്ക്ക് അമ്മയുടെ കരിയറിൽ നൽകാനായി സാധിച്ചു. എനിക്കറിയില്ല ലോകത്തെ എത്ര മക്കൾക്ക് ഈ ഭാഗ്യം കിട്ടിയിട്ടുണ്ടാവുമെന്ന്. ഒരുപക്ഷെ ഞാൻ മാത്രമായിരിക്കും അമ്മയ്ക്കൊപ്പം അഭിനയിക്കുകയും അമ്മയെ സംവിധാനം ചെയ്യുകയും അമ്മ അഭിനയിച്ച സിനിമ നിർമ്മിക്കുകയും ഒക്കെ ചെയ്ത ഏക മകൻ. ഞാനതിൽ അഭിമാനിക്കുന്നു. ചേട്ടൻ പറഞ്ഞതുപോലെ അമ്മയ്ക്കൊപ്പം അഭിനയിക്കുമ്പോഴും അമ്മയെ സംവിധാനം ചെയ്യുമ്പോഴും മോണിറ്ററിൽ അമ്മയുടെ ഷോട്ടുകൾ വീണ്ടും വീണ്ടും കാണുമ്പോഴും എനിക്ക് തന്നെ ഉണ്ടാവുന്ന ഒരു തിരിച്ചറിവുണ്ട്. അമ്മ തന്നെയാണ് ഞങ്ങളുടെ കുടുംബത്തിലെ ഏറ്റവും മികച്ച ആർട്ടിസ്റ്റ്. അമ്മയുടെ കഴിവിന് ഇനിയും കുറേ കാര്യങ്ങൾ അമ്മയ്ക്ക് സിനിമയിൽ ചെയ്യാനുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അതിനപ്പുറം അമ്മ എന്ന ആർട്ടിസ്റ്റിനെ കുറിച്ച് പറയാനുള്ള വളർച്ചയൊന്നും ഞാൻ എന്ന നടനില്ല. എൻ്റെ അമ്മ എന്ന നിലയ്ക്ക് ഞാൻ 40-41 വർഷം കാണുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ കണ്ട ഏറ്റവും ധീരയായ സ്ത്രീയാണ് എൻ്റെ അമ്മ. അമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എൻ്റെ ജീവിതത്തിൽ മറ്റൊരു ശക്തി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അച്ഛൻ മരിച്ച് ഞങ്ങൾ എറണാകുളത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുമ്പോൾ ഞാനും ചേട്ടനും അച്ഛനൊപ്പം ആംബുലൻസിലുണ്ടായിരുന്നു. അമ്മ ഒറ്റയ്ക്ക് മറ്റൊരു വണ്ടിയിലാണ് പോകുന്നത്. അന്ന് ഞാൻ ആലോചിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് ചേട്ടനുണ്ട്, അയ്യോ അമ്മ ഇനി എന്തു ചെയ്യുമെന്ന്. അമ്മ എന്തു ചെയ്തു എന്നതിനുത്തരമാണ് ഇന്ന് ഇന്ദ്രജിത്തും പൃഥ്വിരാജും ഇങ്ങനെ നിൽക്കുന്നതെന്ന് തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞാണ് പൃഥ്വിരാജ് ഏവർക്കും മുന്നിൽ തൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്.